യാത്രക്കിടെ ട്രെയിനിൽ നിന്നും വയോധികയെ ചവിട്ടി വീഴ്ത്തി ബാഗുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞു. ദുരന്തത്തിൽ നിന്നും തലൂർ സ്വദേശിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് വെള്ളിയാഴ്ച പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവത്തിൽ തലൂർ വൈക്കാടൻ ജോസിന്റെ ഭാര്യ 64 വയസ്സുള്ള അമ്മിണിക്ക് പരുക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അമ്മിണി തലൂരിലെ വീട്ടിലെത്തി. സമ്പർക്കക്രാന്തി എക്സ്പ്രസ് സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ മുംബൈയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം. ബാഗിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും 8500 രൂപയും രേഖകളും നഷ്ടപ്പെട്ടു. അമ്മിണിക്കൊപ്പം സഹോദരൻ വരന്തരപ്പിള്ളി വെണ്ണാട്ടുപറമ്പിൽ വർഗീസും ഉണ്ടായിരുന്നു. മുംബൈയിൽ ഇവരുടെ സഹോദരി ഭർത്താവിന്റെ മരണാവശ്യത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇരുവരും. ട്രെയിൻ നീങ്ങി തുടങ്ങിയതോടെ കൂടെയുണ്ടായിരുന്ന വർഗീസ് ശുചിമുറിയിലേക്ക് പോയ തക്കത്തിനാണ് യുവാവ് അമ്മിണിയുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിച്ചത്. അമ്മിണി ഇത് ചെറുക്കാൻ ശ്രമിച്ചു. ബാഗിൽ നിന്നും പിടിവിടുന്നില്ലെന്നായതോടെ അമ്മിണിയെ മോഷ്ടാവ് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അമ്മിണി ബാഗിൽ പിടിവിടാതിരുന്നതോടെ മോഷ്ടാവും ബാഗിനൊപ്പം പുറത്തേക്ക് തെറിച്ചു വീണു. ട്രാക്കുകൾക്കിടയിലാണ് ഇവർ വീണത്. പിന്നാലെ തൊട്ടടുത്ത ട്രാക്കിലൂടെയും ട്രെയിൻ കടന്നുപോയി. സംഭവം നടന്നയുടൻ വർഗീസും മറ്റ് യാത്രക്കാരും ചേർന്ന് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. മോഷ്ടാവ് ബാഗുമായി കടന്നു കളഞ്ഞു. ട്രാക്കിൽ തലയിൽ മുറിവേറ്റ് ചോരയൊലിപ്പിച്ച് കിടന്നിരുന്ന അമ്മിണിയെ ഇതേ ട്രെയിനിൽ കയറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്നും പ്രഥമ ശുശ്രൂഷ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം വെള്ളിയാഴ്ച തന്നെ ബന്ധുക്കൾ ചേർന്ന് അമ്മിണിയെ വീട്ടിലെത്തിച്ചു. ഞാൻ 4:30 സമയം തൃശ്ശൂർ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആവാറാകുമ്പോഴേക്കും ഞാൻ സാധനങ്ങൾ ഡ്രസ്സുകളും ബാഗൊക്കെ ഒതുക്കി വെച്ച സമയത്ത് ഏത് വശത്തുനിന്നാന്ന് എനിക്കറിയില്ല. അയാൾ വന്ന് എൻ്റെ ബാഗ് എടുത്ത് ഓടാൻ നോക്കുമ്പോഴേക്കും ഞാൻ ബാഗ് പിടിച്ച വഴിക്ക് അയാള് ഇറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും ഞാൻ അയാളുടെ ഒപ്പം അയാൾ എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ട്രക്കിലേക്ക് വീണ് തലയൊക്കെ പൊട്ടി. അപ്പോഴേക്കും വേറെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് മാറുന്ന അവരൊക്കെ പറഞ്ഞു. ഈ ട്രെയിൻ പിടിച്ച് നിർത്തി ഈ ട്രെയിനിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അപ്പോഴേക്ക് അവരെന്നെ വലിച്ച് കയറ്റി ട്രെയിനിലേക്ക് തന്നെ കയറ്റി. അപ്പം കടമാന ചോര വരുന്നുണ്ടായിരുന്നു. ഈ പൊട്ട് മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ വീണത്. നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോണും 8500 രൂപയും ആധാർ കാർഡും പിന്നെ അതിൽ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്.